ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണ്ണഞ്ചേരിയിൽ ഇറങ്ങിയ കുറുവാ സംഘത്തിലുള്ള ആളിനെ തന്നെയാണ് കുണ്ടന്നൂരിൽ നിന്ന് ഇന്നലെ പോലീസ് പൊക്കിയത് എന്നുള്ള വാർത്തയാണ്. എന്നാൽ ഈ കുറുവാ സംഘം കുണ്ടന്നൂരിൽ എത്തിയത് 3 മാസങ്ങൾക്ക് മുമ്പെന്ന് വിവരം പോലീസിൽ കിട്ടി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആൾക്കൂട്ടമായിട്ട് തന്നെയാണ് ഇവർ കുണ്ടന്നൂരിൽ താമസിക്കുന്നത്. സംഘം മദ്യപിച്ച് സ്ഥിരം ശല്യം ഉണ്ടാക്കുന്നവരായി ആണെന്ന് കുണ്ടന്നൂർ പാലത്തിന് താഴെ താമസിക്കുന്ന മറ്റാളുകൾ 24 പറഞ്ഞു. നിതിൻ അംബുജൻ കുണ്ടന്നൂരിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരക്കേറിയ കുണ്ടന്നൂർ പാതയിലെ പാലത്തിന് താഴെയാണ് ഇന്നലെ നാടക സംഭവങ്ങൾ അരങ്ങേറിയത്. ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട ഒരു വിശദമായ തെരച്ചിലിന് ശേഷമാണ് പോലീസിനെ കുറുവാ സംഘത്തിലെ സന്തോഷ് സെൽവം എന്ന പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചത്. കുണ്ടന്നൂർ പാലത്തിന് താഴെ ഇത്തരത്തിലുള്ള താൽക്കാലിക ഷെഡ് കെട്ടിയാണ് ഇവരുടെ താമസം കഴിഞ്ഞ മാസങ്ങളായി. ഇത്തരത്തിൽ ഒരു താൽക്കാലിക ഷെഡ് ഇവിടെ കെട്ടി ഒരാൾ കഷ്ടിച്ച് ഒരാൾക്കിങ്ങനെ കുനിഞ്ഞ് വളരെ ദുഷ്കരമായ നിലയിലാണ് ഇതിലേക്ക് കടക്കാൻ പറ്റുക. എന്തായാലും ഈ തറയിൽ ഒരു കുഴി കുഴിച്ച് കുഴിക്കകത്ത് കിടന്ന് അതിനുശേഷം മണ്ണ് മൂടി പിന്നീട് താർപോളിംഗ് കൊണ്ട് മൂടിയാണ് ഇവർ പോലീസ് എല്ലാം തന്നെ വരുമ്പോൾ ഒരു ഒളിത്താവളമായി ഇതിനെ കണ്ടിരുന്നത്. അങ്ങനെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ കഴിയുമ്പോഴായിരുന്നു പിന്നീട് പോലീസിന്റെ പിടിയിലായതും. അതോടൊപ്പം തന്നെ പോലീസ് പിടിയിലായിരുന്ന ഘട്ടത്തിൽ ഇവരുടെ കൈവശം പിച്ചാത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോലീസ് ഇവിടെ നിന്ന് ശേഖരിച്ചു. ഇവിടെ നിന്ന് പോലീസ് പ്രതിയെ പിടികൂടുമ്പോഴാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം പോലീസിനെ വളയുകയും പിന്നീട് ആക്രമിക്കുകയും ചെയ്തത്. പിന്നീടാണ് സന്തോഷ് സെൽവം ഇതുവഴി ഈ കുറ്റിക്കാടിലേക്ക് പോയത്. 4 മണിക്കൂർ നീണ്ട തിരച്ചിലാണ് എന്തായാലും പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. ഈ സമയത്ത് ഇവിടെ മറ്റ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പോലീസ് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാറേ. എന്തായിരുന്നു ഇന്നലെ കണ്ടത്? ഇന്നലെ വന്ന് പോലീസുകാർ നേരെ വന്നിട്ട് പുള്ളിയിലോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരെ വന്ന് വിളിച്ച് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു റോട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഓടി വന്നു. ഓടി വന്ന് കാട്ടിൻ്റെ ഉള്ളിൽ പറഞ്ഞായിരുന്നു. ഇവരെത്ര കാലം ഇവിടെ ഉണ്ടായിരുന്നു? അവർ വർഷങ്ങളൊന്നും ആയിട്ടില്ല. വന്നിട്ട് 1 മാസം വരാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 1 മാസം ഇവിടെ ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ പരിസരത്ത് ഉണ്ടായിരുന്നു നേരത്തെ? ഇവിടെ ബാറിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നായിരുന്നു. വന്നിട്ട് ഇവിടെ ഒരു കുടിലും കെട്ടി ഇവിടെ താമസിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കെട്ടിവെച്ച പാലമാണോ ചെയ്തതാണോ? അല്ലല്ലോ, സർക്കാർ കെട്ടിവെച്ചല്ലേ, അപ്പോൾ ആര് വരങ്ങൾ ഇവിടെ വന്ന് നിൽക്കൂ അങ്ങനെ പറഞ്ഞായിരുന്നു. ഇവിടെ ശല്യക്കാരായിരുന്നു? എങ്ങനെയാണ്? ഞാൻ ഇവിടെ കുടിച്ചിട്ട് അവർ അമ്മയും മക്കളും ഭാര്യയൊക്കെ ആയിട്ട് വളക്കവും പിടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളെന്ന് പറഞ്ഞപ്പോൾ അവർ പോയിട്ടില്ല. ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ കേന്ദ്രീകരിച്ച് ഇവർ കഴിഞ്ഞിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് അതിസാഹസികമായി സന്തോഷിനെയും അതോടൊപ്പം തന്നെ മണികണ്ഠനെയും പോലീസ് പിടികൂടിയത്. കുണ്ടന്നൂരിൽ നിന്ന് അഭിജിത്തിനോടൊപ്പം നിതിൻ അംബുജൻ, 24. കുണ്ടന്നൂരിൽ ഇന്നലെ ഈ ശെൽവിനെ പിടിച്ചപ്പോൾ അവിടുത്തെ വനിതകൾ ഉടക്കിയെന്നാണ് കേട്ടത്.